മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിയിൽ സമവായ ചർച്ചകൾക്ക് സർക്കാരിന്റെ പിടിവാശി വിഷയത്തിൽ സർവകലാശാലയിൽ ഗവർണറും അല്ലെങ്കിൽ VC-യും രാഷ്ട്രീയം കളിച്ചാലും അതിൻ്റെ രാഷ്ട്രീയ നഷ്ടം പേറേണ്ടി വരിക സർക്കാരാവും. കാരണം കുട്ടികളുടെ പ്രതിസന്ധിയാണ് അതിൻ്റെ സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന തരത്തിലേക്ക് തന്നെ വ്യാഖ്യാനം വരികയുള്ളൂ. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൂടിയാണോ ചില സമവായ സാധ്യതകളിലേക്ക് സർക്കാർ പോകുന്നത്? അങ്ങനെ തന്നെയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്നപ്പോൾ ഉണ്ടായ പ്രധാന ചർച്ച സർവകലാശാലയിലെ പ്രതിസന്ധിയാണ്. സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം BJP-യുടെ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന VC-മാരും അതിന് സംസ്ഥാനത്തിലെ നേതാക്കൾ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമാണെന്ന് CPM തിരിച്ചറിയുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴും പരിഹാരം അത്യാവശ്യമാണെന്ന ചർച്ചയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പരിഹാരം എന്ന് പറയുമ്പോൾ നിയമവഴി ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. പക്ഷേ അത് പോകുമ്പോൾ കാലതാമസം ഉണ്ടാകും. സർവകലാശാലയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നവും നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നവയാണ്, കുടുംബങ്ങളെ ബാധിക്കുന്നവയാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണ്. ആരോഗ്യരംഗത്തുന്ന പോലെ സർവകലാശാല വിദ്യാഭ്യാസ രംഗങ്ങളും വളരെ പെട്ടെന്ന് ജനങ്ങളുടെ എതിർവികാരം ഉണ്ടാക്കാൻ ഇടയാക്കുന്നവയാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഹൈക്കോടതി വിധി അനുകൂലമായി വന്നത്. കേരള സർവകലാശാല അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വതമായ ഒരു പരിഹാര മാർഗം വേണമെന്നാണ് CPM നിർദ്ദേശിച്ചത്. അതാണ് ഇപ്പോൾ മന്ത്രിയും പറയുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള പാനൽ 2 ദിവസമായി സർക്കാർ ഗവർണർ കൈമാറിയിട്ട് ഗവർണർ ഇവിടെ രാജ്ഭവനിലില്ല. അദ്ദേഹം ഇന്ന് ഡൽഹിയിലും കഴിഞ്ഞ 2 ദിവസം അദ്ദേഹത്തിന് ഗോവയിലുമായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഫയൽ ഇതുവരെ രാജ്ഭവൻ ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. ഇനിയും അതായത് ഇപ്പോൾ 2 സർവകലാശാലകളിൽ താൽക്കാലിക VC-മാർ പോലും ഇല്ലാത്ത അവസ്ഥ. സംസ്ഥാനത്തെ ഒരു സർവകലാശാല ഒഴികെ മറ്റൊരിടത്തും, ആരോഗ്യ സർവകലാശാല ഒഴികെ മറ്റൊരിടത്തും സ്ഥിരം VC ഇല്ല. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലാകട്ടെ താൽക്കാലിക VC പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. കേരള സർവകലാശാലയുടെ ചുമതലയുള്ള മോഹൻ കുന്നുമൽ ഇതുവരെയും സർവകലാശാലയിലേക്ക് ആഴ്ചകളായി എത്തുന്നില്ല. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഈ അധികാരം ആർക്കാണ് ശക്തി എന്ന തർക്കം ആയി മുന്നോട്ട് പോയാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് സർക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഗവർണറുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, ഗവർണറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. 20-ാം തീയതി ഗവർണർ വിശ്വനാഥ് അർലേക്കർ രാജ്ഭവനിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ നിയമമന്ത്രിയോ തയ്യാറായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരു ചർച്ചയ്ക്കുള്ള വഴി തുറക്കുകയാണ്. രാജ്ഭവനും പൂർണ്ണമായും ഈ സമവായ വഴികൾ അടയ്ക്കുന്നില്ല എന്നത് കൂടി ശ്രദ്ധിക്കണം. രാജ്ഭവൻ ഈ പ്രശ്നം എത്രയധികം സങ്കീർണമാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം ഈ വിവാദത്തിലേക്ക് എത്തിക്കാൻ രാജ്ഭവന് താല്പര്യമില്ലായിരുന്നതാണ് രാജ്ഭവൻ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നേക്കാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ആ നീക്കങ്ങൾ രാജ്ഭവൻ തുടങ്ങിയിട്ടില്ല. ഇന്ന് ഗവർണർ അർലേക്കർ നിയമവിദഗ്ധരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എങ്കിലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം എന്ന ഒരു തീരുമാനം കൂടി രാജ്ഭവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചർച്ചയ്ക്കുള്ള വഴി തുറന്നിടുകയാണ്, സമാധാനത്തിനുള്ള വഴി തുറന്നിടുകയാണ് രാജ്ഭവനും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒരു ചർച്ചകൾ ഉണ്ടായേക്കാം. ഈ കടുംപിടുത്തത്തിൽ ഇരുപക്ഷം പിന്നോട്ട് പോയൊരു സമവായ നീക്കം, ഒരു ശാശ്വത പരിഹാരത്തിന് വഴികളൊക്കെ തുറന്നു വന്നേക്കാം. അതിന്റെ സൂചനയായി വേണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണത്തെ കാണുന്നത്. മന്ത്രിക്കെതിരെ പ്രതിഷേധം ഇന്നും ഉണ്ടായിട്ടുണ്ട്. ABVP ശക്തമായ പ്രതിഷേധം സമയം മുമ്പ് വെള്ളയമ്പലത്ത് നടന്നിട്ടുമുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും ഇടതുപക്ഷ സംഘടനകൾ SFI അടക്കമുള്ളവർ തുടരുകയാണ്. ഇതിനെല്ലാം സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാവുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം ഈ പ്രതിസന്ധിയിൽ വലയുന്നു എന്നതാണ് സാഹചര്യം. അരുണ്, രാഷ്ട്രീയത്തിനുമപ്പുറം ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെയാണ് എന്നതാണല്ലോ പ്രതിസന്ധി. അരുൺ സൂചിപ്പിച്ചതുപോലെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങുന്നു, PG പ്രവേശന നടപടികൾ പ്രതിസന്ധിയിലാകുന്നു. അതിനപ്പുറം നിരവധി ആവശ്യങ്ങൾക്ക് സർവകലാശാലയിൽ വന്നു പോവേണ്ടി വരുന്ന കുട്ടികളുടെ അവരുടെ തുടർ പഠനമടക്കം പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ട്. ഒരു വിഭാഗം കുട്ടികൾ ഈ സർവകലാശാല പ്രതിസന്ധിയിൽ കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുന്നതായ സൂചനകൾ ഉണ്ടായിരുന്നല്ലോ. അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ? അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് വേണം മനസ്സിലാക്കാൻ. SFIയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ശ്രമം. കാരണം VC തുടർച്ചയായി സർവകലാശാല എത്താത്തൊരു സാഹചര്യമുണ്ട്. VC എത്താത്തത് കൊണ്ട് തന്നെ 2000-ഓളം സർട്ടിഫിക്കറ്റുകൾ പോലും ഒപ്പിടാനുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. VC അത് ശരിവെക്കുന്നില്ല. ഈ 500 താഴെയാണ് എന്നാണ് VC മോഹൻ കുന്നൂർ പറഞ്ഞത്. എത്രയാണെങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് ബിരുദ സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ മാത്രമല്ല ഉള്ളത്. ഈ ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയുണ്ട്. ഗവേഷക വിദ്യാർത്ഥികളുടെ ഈ പാനലൊക്കെ തയ്യാറാക്കണമെങ്കിൽ VC-യുടെ അനുമതി വേണം. അതിനുള്ള പ്രതിസന്ധിയുണ്ട്. അത്തരത്തിൽ ഭരണപരമായ നിരവധി തടസ്സങ്ങൾ സർവകലാശാലയിലുണ്ട്. ഇന്നതിന്റെ ഒരു നീക്കം VC നിയമിച്ച രജിസ്ട്രാർ
അല്ലെങ്കിൽ രജിസ്ട്രാർ എന്ന് പറയുന്ന മിനി ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അത് അടുത്ത മാസം 14-ന് ഹയർ വിദ്യാഭ്യാസ കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ വിളിച്ച് ചേർക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. ഒരു നോട്ടീസ് അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതും ഇടത് സിൻഡിക്കേറ്റുകൾ തള്ളുകയാണ്. അത്തരത്തിലൊരു അക്കാദമിക് കൗൺസിൽ ചെയ്യണമെന്ന് നേരത്തെ തങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ നൽകുന്ന നോട്ടീസ് വ്യാജമാണ്. മിനി കാപ്പന് അത്തരമൊരു നോട്ടീസ് നൽകാൻ അധികാരമില്ല, അനുമതിയില്ല. അതുകൊണ്ട് തന്നെ വ്യാജ നോട്ടീസ് എന്ന നിലപാടുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും എത്തിയിട്ടുണ്ട്. അതും ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. DC ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നും എത്തിയിട്ടില്ല. അതേസമയം അദ്ദേഹം വാഹനം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സസ്പെൻഡ് ചെയ്ത എന്ന് പറയുന്ന അനിൽകുമാർ ഇന്നും അതേ ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട്. ആരാണ് രജിസ്ട്രാർ എന്ന തർക്കം, അധികാര വടംവലി, കസേരകളി, ആ വിഷയത്തിലും സർവകലാശാല തുടരുന്നുണ്ട്. യെസ്, സർവകലാശാലയിൽ ഗുരുതര പ്രതിസന്ധിയാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഈ സർക്കാരും കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതിൽ ഉണ്ടാവുന്നത്. സാധാരണ കുട്ടികളാണ് പ്രതിസന്ധിയിൽപ്പെടുന്നത്. സർക്കാർ ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നാണ് സൂചന. പക്ഷേ ഗവർണറും സർക്കാരും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മത്സരിക്കുന്നത് സർവകലാശാലകളിൽ മുൻനിർത്തിയാണ്. അത് പ്രതിസന്ധിയിലാക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം സാധാരണ കുട്ടികളെയാണ്, അവരുടെ ഭാവിയാണ്. ആ മനസ്സിലാക്കാനും ആ ബോധവും സർക്കാരും കാട്ടണം, ഗവർണറും കാട്ടണം എന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് നടത്തേണ്ടി വരും. എന്തായാലും സർക്കാർ ഇപ്പോൾ ചില സമവായ നീക്കങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ സർക്കാരും ഇതിൽ കുറ്റക്കാരാണ്. കാരണം ഇത്ര ദിവസമായി അനങ്ങാതിരുന്ന സർക്കാർ ഇപ്പോൾ ഇതിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു. അതേസമയം മോഹൻ കുന്നുമൽ എന്ന VC, അദ്ദേഹം ഒരു ഡോക്ടറാണെന്നത് ഓർക്കണം. അദ്ദേഹവും ഈ സർവകലാശാലകളിലൂടെ കടന്നുപോയ ആളാണെന്ന് ഓർക്കണം. കഴിഞ്ഞ ആഴ്ചകളായി ഈ സർവകലാശാലയിലേക്ക് ഇതുവരെ മോഹനൻ കുന്നുമൽ തിരിഞ്ഞു കയറി. സർക്കാരിൻ്റെ സമവായ നീക്കങ്ങൾ കാണാം. ഇത് ഏത് രീതിയിൽ അവസാനിക്കുന്നത്?